വളരെ വിലപ്പെട്ട വെൽ വിഷേഴ്സ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചേട്ടനും ടിനു ചേട്ടനും. ഞാൻ മൈക്ക് കൈമാറുന്നു. ആരാധ നിങ്ങൾ എന്തെങ്കിലും പറ, അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും. അതേക്കുറിച്ച് തൂങ്ങാലോ. ഇവന് ഈ ഏരിയ ആയതുകൊണ്ട് ജുബായിട്ട് ഇറങ്ങിയേക്ക ഇലക്ഷന് സാധ്യതയുണ്ട് അല്ലേ? നിങ്ങളോട് ആരാ ജുബായിട്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ്? കലാഭവനിലുള്ള മിമിക്രിക്കാരൊക്കെ പണ്ടോട്ടെ ജുബയിടാറ്. കണ്ട ഇട്ടുകൊടുത്ത് ഞാൻ ഈ സിനിമയിലില്ല. ആദ്യത്തെ വിശേഷം. പക്ഷേ ഞാൻ ഇവിടെ വേണ്ടവനാണ്. കാരണം നാദർശയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നെ കൈപിടിച്ച് മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂല. സ്റ്റേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും മിനി സ്ക്രീനിൽ നിന്നാണെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എത്രാമത്തെ സിനിമയാണത്? ഏഴാമത്തെ സിനിമയാണ്. ഇപ്പോഴും ഒരു ഉളുപ്പില്ല. ഒറ്റ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും എന്നെ വിളിക്കും. നേരെ ഷാജിയിലൊരു സീൻ തന്ന് ഞാനും ജാഫർക്കും കൂടി ഉള്ളത്. പക്ഷെ ഇവിടെ ഞാൻ കട്ടാക്കണ്ട, അത് കട്ടാക്കിക്കോളാൻ വേണ്ടട്ടാ. അപ്പോ പക്ഷെ ഞാൻ നാദർശയ്ക്ക് വിളിക്കുന്നതിന്റെ വെളിപ്പുറത്തായിരിക്കും. കാരണം ഈശോ എന്ന് പറഞ്ഞൊരു പടത്തിന് ആവശ്യം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ജയസൂര്യക്ക് വേണ്ടിയിട്ട് കൂടി അതേ എത്തി. അപ്പോ വളരെ സന്തോഷം തോന്നുന്നത് മറ്റൊന്നുമല്ല. അഷറഫ് പിലാക്കൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം 8 സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള കലാഭവമണി നായകനാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പലരും പിന്നോക്കം പോയപ്പോൾ അദ്ദേഹം പണിയെടുത്ത വേർത്ത കാശ് കൊണ്ട് കലാഭവമണിയാണ് അല്ലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അതില് താങ്കളോട് കടപ്പാടുണ്ട്. ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇനി ഞാനിവിടെ വന്നതിന്റെ പ്രൊമോഷൻ ഞാൻ ഒന്നുകൂടി നടത്തും. കാരണം ഈ പടം കാരണം നമ്മുടെ ഒരു പടം മാറ്റി വെച്ചിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെയും അശോകൻ ചേട്ടന്റെയും കൂടെയുള്ള ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടം ഈ പടം കാരണമാണ് മാറ്റിയത്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തണമല്ലോ, അത് നടക്കട്ടെ. പിന്നെ കൈലാശിനോടൊപ്പമുള്ള പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പടവും അത് മാറ്റിവെച്ചതല്ല, അതിന്റെ കൂടി മാർക്കറ്റിംഗ് നടത്തിയെന്നുള്ളൂ. ജയരാജ് സാറിന്റെ പടമാണ്. അതിനെ ഇത്രയും പേര് പല പടങ്ങൾക്കും എന്നെ കാണാൻ വരാറില്ല. ഇത്രയും പേര് കണ്ടാൽ നമ്മുടെ പടമൊക്കെ വിജയിക്കും. അപ്പൊ ഈ സാന്നിധ്യം എല്ലാ പടത്തിനും വേണമെന്ന് അപേക്ഷിക്കുന്നു. ഓവർ ടു എന്താ പറയേണ്ടത്, പിന്നെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടത്? ശാരടി. ടിനിച്ചേട്ടാ, ടിനിച്ചേട്ടൻ പറഞ്ഞതിന്റെ തുടർച്ച എന്നോണം ഞാൻ അമരപ്പനാന്റണിയിൽ നല്ലവനായ ഉണ്ണി കഴിഞ്ഞ് ബാക്കി 6 പടത്തിൽ ഞാനും ഇല്ല. പക്ഷെ ആ പടം തൊട്ട് ഈ പടം വരെയുള്ള എല്ലാ പടത്തിന്റെയും എല്ലാ ചടങ്ങുകൾക്കും നാദർശക്ക് വിളിക്കാറുണ്ട്. ഞാനിപ്പോ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഒരു കാര്യം ഓർത്തു. അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോ, ഞാനന്ന് കടവന്ത്രയിൽ ട്രിവാൻഡ്രം ഒഴിച്ചിൽ 3-4 മീറ്റർക്കാർ താമസിക്കണ്ടല്ലോ, അതുപോലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഒരു വൈൻ റെഡ് കളർ ചെറിയ ഓൾട്ടോ കാറ് ജയസൂര്യ കൊണ്ട്, ജയസൂര്യ സിനിമയിലായിട്ടുണ്ടെന്ന് ഇന്നലെ എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ, അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാമെന്നും പറഞ്ഞ് റിയാനിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാര് ഇപ്പോഴത്തെ അത്ര ഇല്ല. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല. ഇന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുഞ്ഞിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത്. അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ പോകുമായിരുന്നു. അപ്പോ എന്റെയൊക്കെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹിക്കാൻ പാടില്ല, നമുക്ക് അർഹിക്കാത്തതാണ്, അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു. അപ്പോ എന്റെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദർശക്കയുടെ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതുമെല്ലാം. പക്ഷെ പിന്നീട് സിനിമയിൽ വന്നു, സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായിപ്പോ ഈ കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വിഷ്ണുവോ നാദർശക്കയോ ഞാനോ ടിനിച്ചേട്ടനോ ഈവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോ ചിലപ്പോൾ സിനിമയിൽ ഒരു അനാഥത്വം ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ. പക്ഷെ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിന്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിന്റെയൊക്കെ വളരെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടുപെടുന്നതും എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷ്ണുവിന്റെ സമയം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഞാനിന്ന് രാവിലെ എണീറ്റ് വെറുതെ ഫോൺ ഓണാക്കി റീല് തട്ടിയപ്പോ തന്നെ ഒരു പെൺകൊച്ചു വന്നിട്ട് വിഷ്ണുവേട്ടാ വാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇവരെ വിളിക്കുന്നുണ്ട്. ഇന്റർനെറ്റിലെ ആൾക്കാരും എല്ലാം കൂടെ
വീണ്ടും നാദർഷക്കയുടെ 7ാമത്തെ പടം നിർമ്മാതാവിനെ കുറിച്ച് ഇവിടെ പലതവണ പറഞ്ഞു. അദ്ദേഹം സിനിമയുടെ പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ ഒരു ക്രെഡിറ്റിന്റെ കാർഡ് നോക്കിയാൽ സുജിത്തേട്ടൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ചെറിയ പടമാണ്, നർമ്മമുള്ള പടമാണ്, ഒരു എന്റർടൈനർ ആയിരിക്കും. ഇതിനൊരു അക്കാഡമിക് ലെവലിൽ സമീപിക്കണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വളരെ ചിരിച്ച് രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു പടമായിരിക്കും എന്ന ബോധ്യം, ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഇത് അത്തരത്തിലാകട്ടെ, ഏറ്റവും ഗംഭീരമായി തീരട്ടെ, ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വേറൊരു കാര്യം കൂടി പറയാം. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഞാൻ പേടിച്ചിട്ടാണ് ഇവൻ പുതിയ പടം തുടങ്ങി എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും. എല്ലാ പടത്തിലും അവന്റെ എല്ലോടി കയറുണ്ട്. അതുകൊണ്ട് ബോൺ ആർട്ടിസ്റ്റിനെ വിളിക്കണവനെ എല്ലോടി ഒന്നുമുണ്ട്. പക്ഷെ ഈ പടത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അവൻ ഇതിൽ അഭിനയിച്ചത്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? അദ്ദേഹത്തിന്റെ അതായത് ഫിസിക്കലായിട്ടുള്ള അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇടിയും വഴക്കും ഒക്കെയാ അറിയില്ല. അവൻ എന്തെങ്കിലും മാനസികമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. പുറത്ത് കാണാനല്ലേ ഇല്ലാത്തുള്ളൂ, ഉണ്ടാവുമായിരിക്കും. അല്ല, എപ്പോഴും ഏതെങ്കിലും പടത്തിൽ പോയാലും എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ ഇവൻ വന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് മമ്മൂക്ക ഹോസ്പിറ്റലിൽ ഇവനെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടൊക്കെ അത് സ്ഥിരമുണ്ട്. ഇവന് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഒരു പടത്തിന് അതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു പോറൽ പോലെ ആയിട്ടില്ല. ദൈവാനുഗ്രഹം ഉണ്ട്, അതുകൊണ്ടാണ് അല്ലേ ഈ കൊച്ചിനാരോ വിളിച്ചത് താമസം ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ പോലെ ഇതില് പറഞ്ഞ പോലെയാണ്. ടൈമിങ് ഒട്ടുമില്ലാത്ത ആള്. ഞങ്ങള് വേറെ സാധനം ഒപ്പിച്ചത്. അതെ എന്നാ ജാഫർ കെ ബോബി എത്തി. നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഈ പോസ്റ്റർ ഞാനുമായിട്ട് മാച്ചാണ്. ഒന്നുകൂടെ ഇട്ട് ആ വെള്ള പോസ്റ്റർ പെട്ടെന്ന് ഇടാൻ പറ്റുമോ? അതോ ഓടിക്കൊണ്ടിരിക്കുവാണോ? എനിക്ക് നന്നായി, വേണ്ട പോട്ടെ. അപ്പം എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഈ ചിത്രത്തിന്റെ കാണുക. വിഷ്ണു, നാദർശക എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു രമേശ് ചേട്ടാ, താങ്ക് യു ടിനി ചേട്ടാ. ഗ്രേറ്റ് പെർഫോമേഴ്സ് ആൻഡ് ഗ്രേറ്റ്